ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു an aging developer ചാനൽ. കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ഇടുകയാണ്. സ്കെയിലിംഗ് വിത്ത് ഡോക്കർ. ഡോക്കർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷനെ സ്കെയിൽ അപ്പ് ചെയ്യുന്നത്, സ്കെയിൽ ഡൗൺ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സ്കെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്ന് പറയും, രണ്ട് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്ന് പറയും. നമ്മൾ ബെവ്ക്യൂവിൻ്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ എന്തിനാണ് ആപ്ലിക്കേഷൻസ് സ്കെയിൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 100 പേര് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പോലെ ആയിരിക്കില്ല ഒരു 1,00,000 പേര് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാര്യം ആ ഒരു സെർവറിന് അത്രയും യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. സോ അങ്ങനത്തെ അവസരങ്ങളിലാണ് നമ്മൾ സ്കെയിലിംഗ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അകത്ത് കൊണ്ടുവരുന്നത്. സോ വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പവർ കൂട്ടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു 8 പ്രോസസ്സറുള്ള സെർവറാണ് സാധാരണ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു 16 കോറുള്ള 16 പ്രോസസ്സറുള്ള ഒരു സിസ്റ്റം വയ്ക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇരട്ടി പവർ കിട്ടും എന്നുള്ളൊരു സങ്കല്പം. സോ അതാണ് വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള, അതായത് പണ്ട് കാലത്തുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇങ്ങനെയാണ് സ്കെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യവും കൂടെയാണ്. ഉദാഹരണത്തിന് നമ്മളൊരു വലിയ സിസ്റ്റം വാങ്ങിച്ച് വെക്കുക, വലിയ സെർവർ ഒരെണ്ണം വാങ്ങിച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വാങ്ങിച്ച വലിയ സെർവർ അങ്ങനെ തന്നെ ഇരിക്കും. സോ ആ ചിലവാക്കിയ പൈസ നമുക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെയാണ് ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൻ്റെ പ്രസക്തി വരുന്നത്. ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിന് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പവർ കൂട്ടുകയല്ല ചെയ്യുന്നത്, അതിന് പകരം കൂടുതൽ കമ്പ്യൂട്ടേഴ്സ്, കൂടുതൽ സെർവേഴ്സ് നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് മോഡേൺ ആപ്ലിക്കേഷൻസ് ഒക്കെ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് സപ്പോർട്ട് ചെയ്യുന്നവയായിരിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻറ്റ് കോസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ക്ലൗഡിലൊക്കെ നമ്മളൊരു സെർവറിൻ്റെ ഇൻസ്റ്റൻസ് സ്പിന്നപ്പ് ചെയ്തെടുക്കാം. സോ എപ്പോഴാണോ കൂടുതൽ കമ്പ്യൂട്ടിംഗ് പവറിൻ്റെ ആവശ്യമുള്ളത് അപ്പോൾ മാത്രം കൂടുതൽ സെർവേഴ്സിനെ യൂസ് ചെയ്യുക, അല്ലാത്ത സമയത്ത് ആ സെർവേഴ്സിനെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ചെയ്യാം. സോ ഇത് സ്കെയിൽ ആസ് പെർ നീഡ് എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡെയിലി രാവിലെ ഒരു തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആ സമയത്ത് IRCTCയുടെ സെർവറുകൾ ബിസിയാകും. ആ സമയത്ത് മാത്രം അഡീഷണൽ സെർവേഴ്സ് ഇടുകയും അല്ലാത്ത സമയത്ത് ആ സെർവേഴ്സിനെ ഈ അഡീഷണലായിട്ട് നമ്മൾ ചേർക്കുന്ന സെർവേഴ്സിനെ റിമൂവ് ചെയ്ത് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യത്തിനുള്ള പൈസ മാത്രം നമ്മൾ ചിലവാക്കിയാൽ മതി. സോ പെർമനൻറ്റ് കോസ്റ്റ് അവിടെ ഉണ്ടാവുന്നില്ല. സോ ഇനഫ് തിയറി. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഇന്ന് ചെറിയൊരു സാമ്പിൾ ആപ്ലിക്കേഷൻ, ഒരു റൗട്ടറുള്ള ഒരു നോഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം. അതിനുശേഷം ആ നോഡ് ആപ്ലിക്കേഷനെ കണ്ടെയ്നറൈസ് ചെയ്യാം, ഡോക്കർ ഉപയോഗിച്ചിട്ട് എങ്ങനെ റൺ ചെയ്യാമെന്ന് നോക്കാം. എന്നിട്ട് എങ്ങനെയാണ് അതിനെ സ്കെയിൽ അപ്പ് ചെയ്യുന്നത്, സ്കെയിൽ ഡൗൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ 3 കാര്യങ്ങളാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം നമുക്കൊരു നോഡ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എക്സ്പ്രസ് ഫ്രെയിംവർക്കിൽ ഞാനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണ്. സോ ഇതിനകത്ത് ഞാൻ ആദ്യം എക്സ്പ്രസ്സിനെ ഇമ്പോർട്ട് ചെയ്യട്ടെ. അതിനുശേഷം ഞാൻ എക്സ്പ്രസ്സിനെ ഇനിഷ്യലൈസ് ചെയ്യാം. കോൺസ്റ്റ് പോർട്ട് ഈക്വൽസ് ഞാൻ 3000 എന്ന് കൊടുക്കുകയാണ്. 3000 എന്ന് പറയുന്ന പോർട്ടിലാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പോകുന്നത്. ഇനി ഞാനത് റൗട്ട് ഡിഫൈൻ ചെയ്യാണ്. റൗട്ടിൻ്റെ
എന്നിട്ട് ഞാൻ ആപ്ലിക്കേഷൻ ലിസൺ ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ പോർട്ട് 3000 എന്ന് പറയുന്ന ആ പോർട്ടിൽ വെച്ചിട്ട് ഞാനത് ലിസൺ ചെയ്യാൻ പോവാണ്. എന്നിട്ട് സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നു. ജസ്റ്റ് console.log സെർവർ സ്റ്റാർട്ടഡ്. ഞാനത് ബാക്ക് ടിക്ക് യൂസ് ചെയ്യാം. സെർവർ സ്റ്റാർട്ടഡ് അറ്റ് പോർട്ട്. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സെർവർ സ്റ്റാർട്ട് ആവേണ്ടതാണ്. ഇപ്പോൾ നോഡ് index.js റൺ ചെയ്ത് കഴിഞ്ഞാൽ സെർവർ സ്റ്റാർട്ട് ആവും. സെർവർ റൺ ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ ഈ സർവീസിലേക്ക് ഞാനൊരു റിക്വസ്റ്റ് വിട്ട് നോക്കാൻ പോവാണ്. HTTP localhost 3000 എന്ന് പറയുന്നതിലേക്ക് ഞാനൊരു റിക്വസ്റ്റ് വിടുകയാണെങ്കിൽ ഗെറ്റ് റിക്വസ്റ്റ് വിടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തിരുന്ന ഹലോ വേൾഡ് എന്ന് പറയുന്ന മെസ്സേജ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ശരി, ഇനിയിപ്പോൾ ഇത് ഏത് സെർവറിൽ നിന്നാണ് വരുന്നത് എന്ന് അറിയാനായിട്ട് നമുക്ക് ഒരു വാല്യൂ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. റിക്വയർ OS എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആഡ് ചെയ്യാണ്. os.hostname. ഈ സർവീസ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ സിസ്റ്റത്തിൻ്റെ പേര് പ്രൈവറ്റ് സെൻ എന്നാണ്. സോ പ്രൈവറ്റ് സെൻ എന്നും കൂടെ ഇതിനകത്താണ്. ഇതെന്തിനാണ് ആഡ് ചെയ്തതെന്നുള്ളത് നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ നമ്മുടെ അജണ്ടയിലുള്ള ആദ്യത്തെ സാധനം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതായത് ഒരു ബേസിക് ആപ്ലിക്കേഷൻ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് റൺ ആകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കെയിലപ്പ് ചെയ്യുമ്പോൾ ഡോക്കർ ഈ ഇമേജിനെ തന്നെ സ്വന്തമായിട്ട് റീനെയിം ചെയ്യുകയല്ല ചെയ്യുന്നത്. ലൈക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് അതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് പുതിയ പുതിയ ഇൻസ്റ്റൻസസ് ഉണ്ടാക്കുന്നത്. സോ നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റം നെയിം ഒരെണ്ണം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡോക്കർ കമ്പോസിൽ പോയി കഴിഞ്ഞാൽ കണ്ടെയ്നർ നെയിം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരെണ്ണം ഹാർഡ് കോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈൻ ഉള്ളത് കാരണമാണ് നോട്ട് സ്കെയിലിംഗ് എന്ന് നമ്മളൊരു പേര് അതിന് കൊടുത്തിട്ടുണ്ട്. ഇത് കാരണം ഡോക്കറിന് സ്വന്തമായിട്ട് അതിന് പേരിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ കണ്ടെയ്നർ നെയിം എന്ന് പറയുന്നതിനെ റിമൂവ് ചെയ്യണം എന്നാണ് അവൻ പറയുന്നത്. ശരി, റിമൂവ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇപ്പോൾ ചെയ്താൽ നടക്കുമോ? നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3000 എന്ന് പറയുന്ന പോർട്ട് ഓൾറെഡി യൂസ്ഡ് ആണ്. എന്നുവെച്ചാൽ ആദ്യത്തെ ഇൻസ്റ്റൻസ് അപ്പാകുമ്പോൾ തന്നെ ഈ 3000 കയറി ലോക്കായി നിൽക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പോർട്ട് കിട്ടാത്തത് കാരണം അത് ക്രാഷായി വെളിയിൽ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ഓഫ് ഈ 3000 റൺ ചെയ്യുകയും അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു റിവേഴ്സ് പ്രോക്സി ഇട്ട് ആ പുറകിൽ റൺ ചെയ്യുന്ന ഈ നോഡ് ആപ്ലിക്കേഷൻസിനെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയും വേണം ക്ലയൻറ്റിന്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഡോക്കർ കമ്പോസിനകത്ത് പുതുതായിട്ട് ഒരു സർവീസും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്, ഒരു nginx സർവീസ്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനാദ്യം ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3000 ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്നത് ഇതിനാദ്യം ഞാൻ ഡിസേബിൾ ചെയ്യണം. ഡിസേബിൾ ചെയ്തിട്ട് ഒരു പുതിയ സർവീസ് ഞാൻ ആഡ് ചെയ്യാണ്, nginx. എന്നിട്ട് ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് nginxൻ്റെ ലേറ്റസ്റ്റ് എടുക്കുന്നു. എന്നിട്ട് ഇതിനകത്ത് ഈ nginxന് ആവശ്യമുള്ള ഒരു കോൺഫിഗറേഷൻ നമ്മൾ എക്സ്ട്രാ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാൻ അതിനു വേണ്ടി ഒരു വോളിയം മാപ്പിംഗ് ചെയ്യുകയാണ് ഇവിടെ. വോളിയൂംസ് ഞാൻ സെയിം ഡയറക്ടറിയിൽ തന്നെ ഡോക്കർ ഫയൽസ് /conf.d എന്ന് പറയുന്ന ഒരു ഫോൾഡറിനെ ഈ കണ്ടെയ്നറിനകത്തുള്ള /etc/nginx/conf.d എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് ഞാൻ മാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അവിടെ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്തേക്കാം. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ nginx റൺ ആവണമെന്നുണ്ടെങ്കിൽ
എനിക്ക് നോഡ് ആപ്പ് റൺ ആയാൽ മാത്രമേ എൻജിനെക്സ് റൺ ആകാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ഡിപ്പെൻസ് ഓൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. നോഡ് ആപ്പ് എന്ന് പറയുന്ന സർവീസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എൻജിനെക്സ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. പോരാത്തതിന് ഞാൻ ഇതിൻ്റെ പോർട്ട് 80 എന്ന് പറയുന്ന പോർട്ടിലേക്ക് ഞാൻ മാപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫോൾഡർ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ docker files /conf.d/nodeapp.conf എന്നൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് എൻജിനെക്സിൻ്റെ കോൺഫിഗറേഷൻ ഫയലാണ്. സോ എൻജിനെക്സ് ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇത് സിമ്പിളായിട്ട് തോന്നും. ബാക്കി അല്ലാത്തവർക്ക് നിങ്ങൾ എൻജിനെക്സിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു അവയർനെസ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇറ്റ്സ് എ വൈഡ്ലി യൂസ്ഡ് വെബ് സെർവർ നൗ. വെബ് സെർവറായിട്ട് റിവേഴ്സ് പ്രോക്സി ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ലിസൺ 80 എന്ന് പറയുന്ന പോർട്ടിലേക്ക് പോയിന്റ് ചെയ്തിട്ട് ലൊക്കേഷൻ /proxy_pass http nodeapp 3000. നോഡ് ആപ്പ് എന്ന് പറയുന്ന ആ ആപ്ലിക്കേഷൻ്റെ 3000ലേക്ക് ഞാൻ പോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഈ കോൺഫിഗറേഷൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊരു പ്രോക്സി, ഈ സർവീസ് ഒരു പ്രോക്സി ആയിട്ട് റൺ ചെയ്യും. ഈ നോഡ് ആപ്പിൻ്റെ 3000 എന്ന് പറയുന്ന പോർട്ടിലേക്ക് ഈ 80 എന്നുള്ളതെല്ലാം ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ഷുഡ് വർക്ക്. ഇപ്പോൾ ഞാൻ വീണ്ടും ജസ്റ്റ് docker compose up കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ തണ്ടർ ക്ലയൻറ്റിൻ്റെ എൻജിനെക്സ് റൺ ആയിട്ടുണ്ട്. ഇപ്പോൾ തണ്ടർ ക്ലയൻറ്റ് ഇപ്പോൾ 80 പോർട്ടിൽ തന്നെ റൺ ചെയ്യുന്നുണ്ട്. റൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നുണ്ട്. എല്ലാ റിക്വസ്റ്റും ഇവിടെ എൻജിനെക്സ് ക്യാച്ച് ചെയ്ത് അതിനെ നോഡ് ആപ്പിലോട്ട് കൊടുത്ത് നോഡ് ആപ്പിൽ നിന്ന് തിരിച്ച് റെസ്പോൺസ് വാങ്ങിച്ച് നമുക്ക് അയച്ചു തരും. റൈറ്റ്, ദിസ് ലുക്സ് സോ ഫാർ ഗുഡ്. റൈറ്റ്, ഒരേ ഒരു ആപ്ലിക്കേഷൻ, ഒരേ ഒരു സെർവറിൽ നിന്നാണ് ഇത് ഇപ്പോൾ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ മൾട്ടിപ്പിൾ നോഡ് ആപ്സ് റൺ ചെയ്യാൻ പോവാണ്. ഇപ്പം നോഡ് ആപ്പ് ഞാൻ ഒരു 3 നോഡ് ആപ്പ് ഞാൻ റൺ ചെയ്യാൻ പോവാണ്. സോ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഡോക്കർ PS നോക്കിയാൽ അതിനകത്തൊന്നുമില്ല. നോഡ് ആപ്പ് ഈക്വൽ ടു 3, അതായത് സ്കെയിൽ നോഡ് ആപ്പ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ നോക്കിയാൽ 3 നോഡ് ആപ്സ് ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. അത് സ്വന്തമായിട്ട് തന്നെ പേരിടുന്നുണ്ട്. PS നോക്കിയാൽ യു സീ ദിസ് കണ്ടില്ലേ, സ്കെയിൽ വിത്ത് നോഡ് ആപ്പ് എന്ന് പറയുന്ന 3 ഐറ്റം ഇതിനകത്ത് കാണുന്നുണ്ട്. ഇവിടെ ഈ നോഡ് ആപ്പുകളുടെ IDs നോക്കുകയാണെങ്കിൽ AD5Fൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, A57Aൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതല്ല 0Aൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മളിവിടെ ഓരോ പ്രാവശ്യവും ഈ റിക്വസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഓരോ പ്രാവശ്യവും ഓരോ സെർവറിൽ നിന്നായിരിക്കും ഇത് സെർവ് ചെയ്യുന്നത്. യു സീ ദാറ്റ്. അതുകൊണ്ട് കൂടുതൽ യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ സെർവറിൻ്റെ റിസോഴ്സസ് വന്നിട്ട് ഒരുപാട് അടിച്ച് തെറിക്കാതിരിക്കാനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ with that, I think I can conclude this video. നിങ്ങൾക്കിത് ഓരോ പ്രാവശ്യം സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താമെന്ന് കരുതുന്നു. പുതിയ പോസ്റ്റ്മാനിലാണെങ്കിൽ ഇതിൻ്റെ ഒരു പുതിയ ഫീച്ചറൊക്കെ ഉണ്ട്, പെർഫോമൻസ് ടെസ്റ്റിങ്ങിനുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. സോ ഞാനിവിടെ ഒരു സാമ്പിൾ ആപ്ലിക്കേഷൻ അതിലോട്ട് പോയിന്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളക്ഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ റൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ റണ്ണിനകത്ത് ഞാൻ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ 1 മിനിറ്റ് നേരത്തേക്ക് 20 യൂസറിനെ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിത് ടെസ്റ്റ് ചെയ്യാം. വിർച്വൽ യൂസേഴ്സിനെ 20 സെറ്റ് ചെയ്തിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് ടെസ്റ്റ് കൊടുത്ത് റാമ്പ് 1 മിനിറ്റ് കൊണ്ട് 20 യൂസേഴ്സിനെ റാമ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ റൺ കൊടുത്തു കഴിഞ്ഞാൽ
അങ്ങനെ 1 മിനിറ്റ് നേരത്തേക്ക് ഇതിനെ റിക്വസ്റ്റ് കൊണ്ട് ബൊമ്പാർഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ റിക്വസ്റ്റ് വരാൻ തുടങ്ങും. See this? ഇത് നമ്മൾ റൺ ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പെർഫോമൻസും അതിന്റെ പവറും അനുസരിച്ചിട്ട് ഈ റിക്വസ്റ്റ് പെർ സെക്കൻഡിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ സെർവറിലൊക്കെ ഇട്ട് റൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളൊക്കെ നല്ലൊരു റെസ്പോൺസ് ടൈമും ഒക്കെ കിട്ടും. So that's how you do scaling up of services, and that is how you can quickly run a performance test. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. വല്ലപ്പോഴൊക്കെ ഒരു വീഡിയോ ഇടും, അപ്പോൾ അതിന് വല്ല വ്യൂവർഷിപ്പ് കിട്ടുന്നെങ്കിൽ കിട്ടിക്കൊണ്ട് പോട്ടെന്നേ. ഓൾറൈറ്റ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.